ലോകസഭയിൽ വഖഫ് ബിൽ അവതരിപ്പിക്കുന്നതിനിടെ പ്രതിഷേധിച്ച് തടസ്സപ്പെടുത്താൻ ശ്രമിച്ച കോൺഗ്രസ് CPM MPമാർക്കെതിരെ കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുന്നത് എന്താണ് ഉദ്ദേശം? അതൊന്ന് വ്യക്തമാക്കണം. അല്ലേ ഈ പ്രതിപക്ഷത്തിന് ഓർമ്മക്കുറവിൻ്റെ അസുഖമൊന്നുമില്ലല്ലോ? അപ്പോൾ മുനമ്പം വിഷയം നിങ്ങൾ ഓർക്കണം. ഈ നിയമം പാസ്സായാൽ അവിടുത്തെ 600 ക്രിസ്ത്യൻ കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമിയും വീടും തിരികെ ലഭിക്കും. അതിനെ നിങ്ങൾ എതിർക്കുകയാണോ ചെയ്യേണ്ടത്? കേരളത്തിലെ MPമാരുടെ നിലപാട് തനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിലെ ക്രിസ്ത്യൻ സഭകളടക്കം ഇക്കാര്യത്തിൽ തന്നെ സമീപിച്ചിട്ടുണ്ടെന്നും അന്നേരം നിങ്ങൾ എന്തിനാണ് ഇവിടെ ബഹളം വയ്ക്കുന്നതെന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു. വഖഫ് സ്വത്ത് നിയന്ത്രിക്കുക മാത്രമാണ് ബില്ലിന്റെ ലക്ഷ്യം. UPA ഭരണമായിരുന്നുവെങ്കിൽ പാർലമെന്റ് വഖഫിന് നൽകുമായിരുന്നു. ആരാധനാലയങ്ങൾ നിയന്ത്രിക്കാനല്ല വഖഫ് എന്നും കിരൺ റിജിജു വ്യക്തമാക്കി. പരിഷ്കരിച്ച വഖഫ് ഭേദഗതി ബില്ലിന്റെ അവതരണമാണ് ലോക്സഭയിൽ നടക്കുന്നത്. ബില്ല് ഭരണഘടനാ വിരുദ്ധമല്ലെന്നും എല്ലാ സംശയങ്ങൾക്കും മറുപടി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നുണകൾ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്നും അദ്ദേഹം ലോക്സഭയിൽ കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷം പറഞ്ഞത് അനുസരിച്ചാണ് ബിൽ JPCക്ക് വിട്ടത്. JPC നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ഭേദഗതി വരുത്തിയാണ് ബിൽ അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബില്ലിനെ എതിർത്ത് സഭയിൽ KC വേണുഗോപാൽ MP സംസാരിച്ചു. നിയമം അടിച്ചേൽപ്പിക്കുകയാണെന്നും ഭേദഗതികളിലെ എതിർപ്പറിയിക്കാൻ പ്രതിപക്ഷത്തെ അനുവദിക്കണമെന്നുമായിരുന്നു വേണുഗോപാലിന്റെ പക്ഷം. ക്രമപ്രശ്നം ഉന്നയിച്ച് NK പ്രേമചന്ദ്രനും സഭയിൽ സംസാരിച്ചു. യഥാർത്ഥ ബില്ലിൽ ചർച്ച നടന്നിട്ടില്ല എന്ന പ്രേമചന്ദ്രന്റെ വാദം തള്ളിയാണ് അമിത്ഷാ സംസാരിച്ചത്. എല്ലാ ചട്ടങ്ങളും പാലിച്ചാണ് ബിൽ അവതരിപ്പിക്കുന്നതെന്നും ഷാ പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെയാണ് സഭയിൽ ബിൽ അവതരണം പുരോഗമിച്ചത്. സ്പീക്കർ പലപ്പോഴും ഇടപെട്ട് പ്രതിപക്ഷത്തെ താക്കീത് ചെയ്തു. വിശദമായ ചർച്ചയ്ക്ക് ശേഷമാണ് ബില്ല് തയ്യാറാക്കിയത്. 284 സംഘങ്ങൾ അഭിപ്രായം വ്യക്തമാക്കി. 97 ലക്ഷം നിർദ്ദേശങ്ങൾ JPCക്ക് ലഭിച്ചു. അതെല്ലാം വിശദമായി പരിശോധിച്ചു. ഈ ബില്ല് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും മതനേതാക്കളെ കണ്ട് അഭിപ്രായങ്ങൾ തേടിയിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുസ്ലിം പള്ളികളുടെ പ്രവർത്തനങ്ങളിലും ഒരു മതസ്ഥാപനത്തിലും ഇടപെടില്ലെന്നും വോട്ട് ബാങ്കിനായി പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.